എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷത്തിൽ ആറാടാൻ പറ്റിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ബ്ലാസ്റ്റേഴ്സ് ISL 10ാം സീസണിൽ നിന്നും പുറത്തായെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് 11ാം സീസണിൽ പുത്തൻ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് തിരികെ എത്തുമെന്നുള്ള തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിന് മുന്നോടിയായി ഇപ്പോൾ നോവ സദോയിയെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. നോവ സദോയിയെ സ്വന്തമാക്കാനായി കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മുംബൈ സിറ്റിയുമായിരുന്നു ഒരേപോലെ മുൻപിലുണ്ടായിരുന്നത്. സിറ്റി ഗ്രൂപ്പിന് കീഴിലുള്ള ടീമാണ് മുംബൈ സിറ്റി. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പണം വാരി എറിയാൻ കഴിയുന്ന ഒരു ടീം തന്നെയാണ് മുംബൈ സിറ്റി FC. എന്നാൽ ഇപ്പോൾ ആ മുംബൈ സിറ്റി FC പിന്തള്ളിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോവ സദോയിയെ സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 2 വർഷത്തെ കരാറിലാണ് നോവ സദോയിയെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മുംബൈ സിറ്റിയെ മറികടന്നുകൊണ്ടാണ് ഈ നേട്ടം കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തിരിക്കുന്നതെന്നും നമ്മൾ ഓർക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സൂപ്പർ താരമായ അൽവാരോ വാസ്കസിനെ മുംബൈ സിറ്റി സ്വന്തമാക്കാനായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ രണ്ടുപേരെയും ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നോവ സദോയിയും അടുത്ത സീസണിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. FC ഗോവ ഇനി സെമി ഫൈനൽ മത്സരം കളിക്കാനായിട്ട് പോവുകയാണ് ISL 10ാം സീസണിൽ. ആ 10ാം സീസണിൽ സെമിയിൽ അവർ തോൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ വാർത്ത ഉടൻ തന്നെ പുറത്തേക്ക് വന്നേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി ഈ വാർത്ത പുറത്തേക്ക് വരുമെന്നാണ്, ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ നോവ സദോയിയെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നു. 2 വർഷത്തെ കരാറിലാണ് താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത്.